തങ്കപ്പൻ തങ്കപ്പൻ. ഞാൻ നാസർക്കാനോട് എന്താ നാസർക്കാങ്ങൾ ഓലൊക്കെ വിളിക്കുന്നു. ഇജ്ജ് തുടക്കം മുതൽ അവസാനം വരെ എന്റെ ഒപ്പം ഉണ്ടല്ലോ. അപ്പൊ ഞൊക്കപ്പാടെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അന്റിയിലേറെ കൂടുതൽ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും. കള്ളം പറയാനോ ഞാനോ? കുമ്പടി കുമ്പടി. ഞാനൊരു നിശ്ചിത എമൗണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. തന്തയില്ലാത്തവളെ എന്റെ മോള്. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. ഒരു നിശ്ചിത എമൗണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈശ്വര എന്റെ സമാധാനം പോയോ? പിന്നെ വെച്ചാല് നമ്മളിപ്പോ എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിൽക്കാനോ നമ്മള് പോകില്ല. ഓഹോ അങ്ങനെയാണല്ലേ. കാരണം വെച്ചാല് നമുക്കിപ്പോ നാട്ടില് വീടും കാര്യങ്ങളും ഉണ്ട്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിലാണ്. എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജിയേട്ടാ. ഓ പറ്റിയാലേ നീ അടിക്കണ്ട, അവിടെ വെച്ചോ, ഞാൻ അടിച്ചോളാം. അപ്പൊ നമുക്ക് അതുകൊണ്ട് എന്താ വെച്ചാല് വീട്ടിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ നമുക്ക് വരുന്നില്ല. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ. പിന്നെ ഇപ്പൊ നമുക്ക് നിങ്ങളെ സഹായിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ ഉദ്ദേശിച്ച് ചെയ്തൊരു പരിപാടിയാണ്. ഈ ഷാഫി എവിടെ അല്ല കുഞ്ഞാനെ? ആരോ പറയുന്നത് മാനന്തവാടിന്ന്. ഈ ഷാഫി എവിടെ അല്ല? അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ഈ ഷാഫി സുൽത്താൻ ബത്തേരിന്ന് 10 കിലോമീറ്റർ പോലെ ചെതലേന്ന് പറഞ്ഞ ഒരു മഹലുണ്ട്, അവിടെ അല്ലോനാ. പണി വരുന്നുണ്ടവറാച്ച. ഈ നാസർ എവിടുന്ന കല്യാണം കഴിച്ചേ? ചെതലത്തുനിന്ന്. നാസറിന്റെ മകനേടല്ലേ ചെതലേത്ത്. ഈ ഷാഫി നാസറിന്റെ മകന്റെ ആരാ? ചെങ്ങായി. നിനക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ മോനെ. അസ്പ്രസ്ഥാന ഹൃദസ്തന്തയും പ്രവൃത്തിൻമുഖരെ നുണയന്തിയും എന്നൊരു ശ്ലോകമുണ്ട്. കുഞ്ഞാനെ ഇതൊരു സിനിമ നടനായിട്ടൊന്നല്ല എന്നെ ആൾക്കാർ അംഗീകരിച്ചേ. സാറിന്റെ ആത്മാർത്ഥത്തെ സംശയിച്ച സ്ഥിതിക്ക് ഞാനിനി കുടിക്കണതിൽ കാര്യമില്ലല്ലോ, ഞാൻ പോട്ടെ. ഇത് എനിക്ക് ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബറും ഒക്കെ ആയപ്പോഴും അന്നെ ജനങ്ങൾ കൂടെ നിർത്തി. എന്തിന്? ഇങ്ങനത്തെ ചെറ്റത്തരം ചെയ്യാൻ വേണ്ടിട്ട്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? എന്റെ ആ മുക്കിത്തൂരിലെ നറുക്കെടുപ്പിൽ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയാണ് ഇമ്മാതിരി ജനങ്ങളെ ഓമ്പിക്കാന്ന്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇതിപ്പോ ഡെയിലി നടക്കുന്നുണ്ടോ? എത്ര പറഞ്ഞാലും ജനങ്ങൾ മനസ്സിലാവില്ല. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളെയും ഞാൻ പറ്റിച്ചിട്ടില്ല. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ. ഒരാളെ മുതല് അർഹതപ്പെടാത്ത മുതല് ഞാനും മക്കളും തിന്നിട്ടില്ല. പ്രവർത്തിക്ക് നിരക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം. ഈ മുസ്താനങ്ങനെ കേട്ടി തന്നാലുണ്ടല്ലോ. പിന്നെ ഞാൻ ചെയ്തൊരു തെറ്റെന്ന് പറ, അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തു. കുട്ട ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. നറുക്കെടുത്തു. അത് മാത്രമേ ഞാൻ ചെയ്തിട്ട്. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ. ഇടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം.